വാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും മാധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവപിതാവേ ആരാധന, ദൈവപിതാവേ മഹത്വം, ഹല്ലേലൂയ, യേശുവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, സാന്നിധ്യം പ്രകടമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമ്മുടെ നിയോഗങ്ങൾ ഇപ്പോൾ മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി എടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ ഉടമ്പടി ദൈവവുമായ ഉടമ്പടിയിലായാൽ, പിന്നെ നമ്മൾ മുഖ്യ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉടമ്പടി സ്ഥിരീകരിച്ച് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഉടമ്പടി എടുക്കുന്നതും സ്ഥിരീകരണവും രണ്ട് സബ്ജക്റ്റാണ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോഴാണ് ദൈവം ഉടമ്പടി ഉറപ്പിക്കുന്നത്. ദൈവം ഈ ഉടമ്പടി ഉറപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ കണ്ടുവന്നിരിക്കുന്ന അനുഭവം കൊണ്ട് നോക്കണത്, ഒരു 10 ഉടമ്പടി എടുത്താൽ 6 ദൈവം ഉറപ്പിക്കത്തില്ല. അതാണ് ഇപ്പം കണ്ടുവരണത്. ചിലർക്ക് നമ്മൾ വളരെ ഉടമ്പടി ഉറപ്പിക്കും എന്ന് നമുക്ക് തോന്നണ ആൾക്കാരെ പക്ഷേ ദൈവം അത് ഉറപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. നമ്മൾ ഇവരുടെ ഉടമ്പടി ഉറക്കാൻ പോണില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ദൈവം അപ്രതീക്ഷിതമായ ചില ആൾക്കാർക്ക് ദൈവം ഉടമ്പടി ഉറപ്പിച്ചെന്നും വരും പെട്ടെന്ന്. അതെല്ലാം നമ്മുടെ മനോനിലയുടെ വിഷയങ്ങളാണ്. ഉടമ്പടിയും മനോനിലയും നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഒരു പൊട്ടക്കണ്ണൻ്റെ മാവെട്ടറി പോലെയുള്ള ഒരു വിഷയമല്ല. ഇത് ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ പ്രിസിഷനോട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃപാസനത്തിൽ പോകാം, ഉടമ്പടി എടുക്കാം. ചിലപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിച്ചേക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃപാസനം ചവിട്ടിയാൽ ദൈവം അനുഗ്രഹിച്ചിരിക്കും. അതാണ് ഉടമ്പടിയുടെ ഒരു പ്രിസിഷൻ എന്ന് പറയണത്. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെയാണ് കുഴപ്പം പറയണത്, നമ്മൾക്കാണ് കുഴപ്പം പറയണത്. ഇപ്പം എന്താണ്, കഴിഞ്ഞ ദിവസങ്ങളിലേ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞ്, അപ്പോൾ അവർക്ക് 5-6 കൊല്ലമായിട്ട് മക്കളില്ല. അപ്പോൾ അവർ കൃപാസനത്തിലോട്ട് പോകാൻ തീരുമാനിച്ച്. 6 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പോൾ അവർ ഒത്തിരിയേറെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. അവസാനം അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അവർക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവർ കൃപാസനത്തിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ദൈവമായിട്ടൊരു പേഴ്സണൽ ഇൻട്രാക്ഷൻ ഉള്ള ആളാണ്. ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകത, ഞങ്ങളുടെ അപ്പന്മാരൊക്കെ ജീവിക്കുന്ന കാലത്തിനേക്കാളും ദൈവം ഒരു ജനകീയമായ കമ്മ്യൂണിക്കേഷൻസ് വന്നിട്ടുണ്ട്. നമ്മളവർക്ക് ഈ കാലം കെട്ടകാലമാണെന്ന്. കെട്ടകാലമല്ല, നല്ല തെളിച്ചമുള്ള കാലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ട് തന്നെ ദൈവത്തിന് പേഴ്സണൽ ബന്ധമുണ്ട്. എന്നിട്ട് അതിന് ഒരു പ്രയോറിറ്റി പാരമ്പര്യം ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ വി ആർ ട്രഡീഷണൽ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അത് പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നുമില്ല. ട്രഡീഷണൽ അപ്പൂപ്പന്മാരുടെ കാലത്ത് മുതൽ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ഇപ്പോൾ നിൻ്റെ കാലത്ത് നിനക്ക് പ്രത്യേകിച്ച് ദൈവം നിനക്കൊരു ആനുകൂല്യം തരുന്നത്. ഇതെല്ലാം പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. പേഴ്സണലായിട്ട് ആരാ കമ്മിറ്റ്മെൻറ്റ് ചെയ്യണത്? അയാളൊരു പുതിയ ആളാണെന്ന് വിചാരിച്ചു, വിശ്വാസത്തിലേക്ക് പുതിയ ആളായിട്ട് വന്നതാണ്. പക്ഷെ അയാളുടെ കമ്മിറ്റ്മെൻറ്റ് കറക്റ്റാണെങ്കിൽ ഉടമ്പടി ഉടനെ ഓക്കെ ആവും. പക്ഷെ നീ ഒരു 500 കൊല്ലം 1000 കൊല്ലം 2000 കൊല്ലം ആയിട്ട് ഞാൻ ക്രിസ്ത്യൻ കുടുംബത്തിലിങ്ങനെ ജനിച്ച് വന്ന ആളായതുകൊണ്ട് നീ കർത്താവിൻ്റെ തിരുസേനയിൽ വരണത് കൊണ്ട് കർത്താവ് നിനക്ക് ഉത്തരം നൽകണമെന്നുള്ളത് ദാറ്റ് ഡസൻറ്റ് മേക്ക് എനിത്തിങ്. അത് വർക്കൗട്ട് ചെയ്യണില്ല. അത് വളരെ നമ്മുടെ ഈ സാക്ഷ്യം കേട്ടിട്ടൊക്കെ മനസ്സിലാകും ആരാണ് പേഴ്സണലായിട്ട് കമ്മിറ്റ് ചെയ്യണത്. ഈ ദൈവം സത്യമായത് കൊണ്ടാണ് ഈ വിഷയം അവിടെ. അതായത് ദൈവം സത്യമാണ്. നിൻ്റെ ഫയൽ എങ്ങനെയാണ്,
നിൻ്റെ അക്കൗണ്ട് എങ്ങനെയാണ് ദൈവമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്? അതിപ്പോഴും നിലവിലുണ്ടോ? അക്കൗണ്ട് ഉണ്ടോ? അതാ വല്ല കാലത്ത് ഇപ്പോൾ ചില ബാങ്ക് അക്കൗണ്ട് പോയി തുടങ്ങത്തില്ലേ, തുടങ്ങണ കാലത്ത് 100 രൂപ അടക്കും, അല്ലെങ്കിൽ പിന്നെ 2-3 കൊല്ലം കഴിയുമ്പോൾ കൊണ്ട് 1000 രൂപ അടക്കും. പക്ഷെ നമ്മൾ 1000 അപ്പോൾ 1100 രൂപ അടച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ പലിശ ഉണ്ടല്ലോ എന്ന് നിനക്ക് നമ്മൾ ചെല്ലണത്. അപ്പോൾ അവർ പറയും കാശും കെട്ടി തരാൻ പറയും, സർവീസ് ചാർജായിട്ട് പോകുമെന്ന് പറയില്ല. പാരമ്പര്യക്കാരൻ്റെ ഒരു അവസ്ഥയാണ്, മൊത്തം സർവീസ് ചാർജായിട്ട് പോകും. നിന്നെ ഇത്രയും നാൾ കൊണ്ടുവന്നില്ലേ, അതിൻ്റെ സർവീസ് ചാർജായിട്ട് പോകും. അത് വളരെ സീരിയസ് വിഷയമാണ്. നമ്മൾ ബാങ്കിൽ ഇപ്പോൾ 2000 രൂപ 3000 രൂപ 4000 രൂപയൊക്കെ അടച്ചെന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ട് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ ചെല്ലുമ്പോൾ ആ 4000 ഇല്ല അവിടെ, അത് സർവീസ് ചാർജായിട്ട് പോയെന്ന് പറയും. പാരമ്പര്യക്കാരനെ കർത്താവുമായിട്ട് ഡെയിലി അക്കൗണ്ട് കറക്റ്റ് അല്ലെങ്കിൽ സർവീസ് ചാർജ് കൂടിക്കൊണ്ടിരിക്കും. കാര്യം ദൈവം നമുക്ക് എന്ത് തന്നാലും ദൈവത്തിന് നഷ്ടമായിരിക്കും. അത് നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിന് നമുക്ക് ലാഭമായിരിക്കും. ദൈവമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമ്മൾക്ക് എന്ത് കിട്ടി തന്നാലും ദൈവത്തിനത് നഷ്ടമായിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിന്നെ വിശ്വാസത്തിലെടുക്കുമ്പോൾ ദൈവത്തിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരണത് നിനക്ക് വേണ്ടി നിത്യജീവനാണ്, അനുദിന ജീവിതമല്ല. നിൻ്റെ വിശ്വാസം ദൈവം കൺഫർ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം അലോട്ട് ചെയ്യേണ്ടി വരണത് എന്താണ്? കാര്യം വിശ്വാസി കൊടുക്കണത് കല്യാണം കെട്ടിക്കൽ, വസ്തു വിൽപ്പന, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോണ, അതൊന്നുമല്ല വിശ്വാസത്തിൻ്റെ പാക്കേജ്. വിശ്വാസം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ ദൈവത്തിന് അലോട്ട്മെൻ്റ് ചെയ്യേണ്ടി വരണത് നിത്യജീവനായിരിക്കും. പക്ഷെ അത്രയും റിട്ടേൺസ് നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. അതാണ് ദൈവത്തിന് നഷ്ടമാണെന്ന് പറയാൻ കാര്യം. നിത്യജീവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ജീവൻ്റെയും വിലയാണ്. നീ വിശ്വാസം കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തെ തരേണ്ടി വരണത്, അലോട്ട് ചെയ്യേണ്ടി വരണത് എപ്പോഴും എന്താണ്? ഇതുകൊണ്ട് ഈ അമേരിക്കൻ വിസയുടെയൊക്കെ പ്രോബ്ലം എന്താ? അതല്ലേ പ്രോബ്ലം. അവർ 10 കൊല്ലത്തേക്ക് വിസ ഇൻവെസ്റ്റ് നിനക്ക് തരുന്നു, പക്ഷെ 10 കൊല്ലം നിനക്ക് അവിടെ പണിയെടുക്കാം. പക്ഷേ ഇന്നലെ ചെന്ന നീ ആ രാജ്യത്തിന് വേണ്ടി, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും മുടക്കിയിട്ടില്ല. ഇനി മുടക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്, വിദ്യാഭ്യാസം കൊണ്ട് അവിടെ സർവീസ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു ഇതിൽ നിനക്ക് വരുമ്പോൾ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണ് ശരിക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ നീ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ, വിശ്വാസം കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരണത് വിശ്വാസമാണ്. പക്ഷെ ദൈവത്തിന് അലോട്ട് ചെയ്യേണ്ടി വരണത് നിത്യജീവനാണ്. എന്താ കാര്യം? നിത്യജീവൻ പക്ഷേ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്, ജീവൻ്റെ വിലയാണ്. പാപത്തിൻ്റെ പരിഹാരം അവൻ ചെയ്തത് കാരണം നിൻ്റെ പരിഹാരമാണ് നിനക്ക് ലഭിക്കണത്. പരിഹാരം നിത്യജീവനിലേക്ക് നമുക്ക് യോഗ്യമാകാൻ കാരണം നിൻ്റെ പകരക്കാരനായ നിൻ്റെ പാപത്തിന് വേണ്ടി യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുകയും പാപപരിഹാരം പീഡാനുഭവങ്ങളുടെയും തിരുവണ്ണത്തിൻ്റെയും രൂപത്തിൽ അവൻ വഹിച്ചപ്പോഴാണ് അത് റിട്ടാലിയേറ്റ് ചെയ്തത്. റിട്ടാലിയേഷനാണ് വന്നിരിക്കുന്നത്. നിനക്ക് വേണ്ടി നീ സഹിക്കേണ്ടത് കർത്താവ് ഏറ്റെടുത്തു. നോൻപ് കാലം വാസ്തവത്തിൽ യേശുവിനെ എന്തുകൊണ്ടാണ് നമ്മൾ കുരിശിൻ്റെ വഴിയൊക്കെ നടത്തുമ്പോൾ നമ്മൾ മുട്ടയിൽ നിന്നും എഴുന്നേറ്റും ഒക്കെ എന്താ നടന്നത്? കർത്താവിൻ്റെ പങ്കപ്പാടുകളുടെ മനസ്സായുള്ള ദൈവസ്നേഹത്തോടെയുള്ള യോജിപ്പാണ് നമ്മൾ കാണിക്കുന്നത്. ദൈവസ്നേഹത്തോടെയുള്ള യോജിപ്പ് നമ്മൾ കാണിക്കുകയാണ്, ഐക്യദാർഢ്യമാണ് ശരിക്കും. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിലും പരിഹാരങ്ങളോടുമുള്ള ഒരു വിശ്വാസിയുടെ ഐക്യദാർഢ്യമാണ് ഈ കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത്. കുരിശിൻ്റെ വഴി പരിഹാര പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് കുരിശിൻ്റെ വഴി അനുഷ്ഠാന കർമ്മം പോലെ തന്നെയാണ്. നമുക്ക് കുരിശിൻ്റെ വഴിയായിട്ടാണ് നമുക്ക് നഷ്ടപ്പെടുന്നതെല്ലാം കുരിശിൻ്റെ വഴിയാണ്. നമുക്ക് ഈ ഉടമ്പടിയിൽ ഒത്തിരിയേറെ കുരിശിൻ്റെ വഴികളുണ്ട്. ഇപ്പോൾ ഒരു രോഗിയെ കാണാൻ പോകണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ പാർവതി എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യമുണ്ട്. അപ്പോൾ പാർവതി എന്ന് പറഞ്ഞ മോൾ ഉടമ്പടി എടുത്തിട്ട് ഒരു സിസ്റ്റർമാർ അന്തേവാസികളെ, പാവപ്പെട്ട ഈ അഭയമില്ലാത്ത ആൾക്കാരെ സന്ധിക്കുന്ന ഒരു സ്ഥലത്ത് പാർവതി പോകും. പാർവതി പോകുമ്പോൾ അവളുടെ കയ്യിൽ അവർക്ക് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ സിസ്റ്ററിനോട് പറയും, സിസ്റ്ററെ ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്കൊന്നും തരാനില്ല.
അപ്പോൾ സിസ്റ്റർ പറയും, നീ എന്തിനാ തരണത്? നിനക്ക് കർത്താവ് തരും അമർത്തി കുലുക്കി. അക്കാലത്ത് നീ ഒരു ചായക്ക് കാശ് പേർക്ക് കൊടുത്താൽ മതി. സിസ്റ്റർ അവർക്കൊന്നും വല്ലതും ചോദിച്ചില്ല. അവർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട്, അതില്ലെന്നവർ പറഞ്ഞത് കൊണ്ട് സിസ്റ്റർ അങ്ങനെ തിരിച്ച് പറഞ്ഞു. എനിക്ക് ആ സിസ്റ്ററിൻ്റെ ഉത്തരം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പാർവതി അമ്മയോട് പറയും, അമ്മേ നമ്മൾക്കൊന്നും കൊടുക്കാനില്ലല്ലോ. അപ്പം പാർവതിയുടെ സ്വന്തം അമ്മ പറയും, നമ്മൾ കൊടുക്കും മകളെ എന്ന് പറയും. അതെന്താ കാര്യം? ഒരു പ്രത്യാശയാണ്. ഉടമ്പടി വെച്ചിട്ടുണ്ട് കർത്താവുമായിട്ട്. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് നമ്മുടെ ഉടമ്പടി ഉറപ്പിക്കും. അതാണ് അത് പാർവതിയോട് സ്വന്തം അമ്മ പറയണതാണ് എനിക്ക് എപ്പോഴും ഫീലായി വന്നിരുന്നത്. അതായത് നമ്മൾ കൊടുക്കും മോളെ എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്ത ഉടമ്പടി കർത്താവ് ഉറപ്പിക്കും. അന്ന് നമുക്ക് സമ്പത്ത് കിട്ടും. അന്ന് നമ്മളവർക്ക് പങ്കുവെച്ച് കൊടുക്കും. പങ്കുവെപ്പ് എല്ലാം കുരിശിൻ്റെ വഴികളാണ്. അത് വെയിലത്ത് പോകണം അല്ലേ, ചിലപ്പോൾ മഴയത്ത് പോകണം അല്ലേ, ചിലപ്പോൾ നമ്മൾ ആഹരിക്കാനുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ രോഗികൾക്ക് കൊടുത്ത് തീർന്നപ്പോൾ ഓഫീസിലേക്ക് പോണ വഴിക്ക് എൻ്റെ ഭക്ഷണം കൂടി അവർക്ക് കൊടുക്കേണ്ടി വരും. ആൾ കൂടിപ്പോയിന്ന് ആശുപത്രി ചെന്നപ്പോഴേ, ആശുപത്രി ഭക്ഷണം കൊടുക്കാൻ ചെന്നപ്പോഴേ ഗവൺമെൻറ് ഓഫീസറാണ്, കൊടുത്ത് വന്നപ്പോൾ പിന്നെ ആൾ വന്നപ്പോൾ അവരുടെ ഭക്ഷണം കൊടുത്തു. പിന്നെ ഞാൻ ചായക്കടയിൽ പോയി ചായയും കുടിച്ചിട്ട് പോയി. അത് കുരിശിൻ്റെ വഴിയാണ്. അതാണ് കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത്. കർത്താവിന് വേണ്ടി കൊടുത്ത് വന്നപ്പോൾ പിന്നെയുള്ള സ്വന്തം ഭക്ഷണമാണ്. അതും ആൾ കൂടിയ കാരണം അറിയാതെ കൊടുത്തു. പിന്നെ ആശുപത്രി പോയി ഓഫീസിൽ പോയി ജോലി ചെയ്യണ്ടേ, തലനേരം നിൽക്കണ്ടേ, അത് കാരണം പോയി ഒരു ചായ ഒരു കടിയും കുടിച്ചിട്ട് ഞാൻ പോയി എന്ന് പറയും. അതാണ് അത് കുരിശിൻ്റെ വഴിയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നല്ല പ്രശ്നം, നിങ്ങൾ എന്ത് മനോഭാവത്തോടെ ചെയ്യുന്നു അവിടെയാണ് ഉടമ്പടി ഉറക്കണത്. അത് സന്തോഷത്തോടെ ചെയ്യണം. സന്തോഷത്തോടെ ചെയ്യണതിന് എന്ത് വേണം? ദൈവത്തോട് സ്നേഹമുണ്ടാകണം. നമുക്ക് സ്നേഹമുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും നമുക്ക് സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ, ഒരിക്കലും ദുഃഖം ഉണ്ടാകത്തില്ല അല്ലേ. നമുക്ക് സ്നേഹമുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും, നമ്മൾ ഉപയോഗിക്കണത് തന്നെ കൊടുത്താലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെയും കൊടുക്കണം എന്നുള്ള സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ. അതെന്താ കാര്യം? സ്നേഹമുള്ളത് കൊണ്ടാണ്. നമ്മൾ മോന്തം കയറ്റി മ്ലാനവചന കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്നേഹമില്ല. എന്തോ ഒരു കാര്യം നമ്മൾ ചട്ടപ്പടി ചെയ്തു തീർക്കുകയാണ്. അപ്പം സ്നേഹത്തോടെ കൊടുക്കുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. അതാണ് കരുണ കാണിക്കുന്നത്. എന്ത് ചെയ്യണം? മോന്തം കയറ്റിക്കൊണ്ട് കരുണ കാണിക്കരുതെന്ന്. അത് ഔട്ട് ഓഫ് ലവ് അല്ലെന്ന്. കൊടുക്കുന്നവൻ എന്ത് ചെയ്യണം? അത് പ്രസന്നവചനത്തെ വളരെ ഹാപ്പി ആയിരിക്കണമെന്ന്. ഈ നാടകക്കാരെ പോലെ സിനിമാക്കാരെ പോലെ ഹാപ്പി അഭിനയിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അത് കാപട്യം എന്ന് പറയും. നമുക്ക് ഫീൽ ചെയ്യണം. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. ഇനിയിപ്പോൾ അതും ചെയ്യണമല്ല, ഇനി പത്രം കൊടുക്കണമല്ല, ഇനി ആശുപത്രിയിലും പോകണമല്ല. ഇങ്ങനെ കുറേ പെരിച്ചാഴികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് 10-6 ഉടമ്പടി ഉറപ്പിക്കുന്നില്ല. കാര്യം എന്താ പറയണത്? അവർ പറയും, ഇനി പത്രം കൊടുക്കണമല്ലോ, ഇത് ഇവിടെ കൊടുക്കാനാ, ഇനി അതും ചെയ്യണ, ഇനി രോഗികൾക്ക് കൊടുക്കണ, ഇനി ആശുപത്രിയും പോകണ, ഇതെവിടെ പോകാനാ. ഇങ്ങനെയൊക്കെ അളിഞ്ഞ മോന്തമായിട്ട് ചെയ്യണ ചൊല്ലെ കുറേ പണ്ടാരങ്ങളുണ്ട്.
ഇത് നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ വന്ന് സ്ഥലം കളയരുത്. ഒന്നാമത്തെ സ്ഥലമില്ലാത്ത സ്ഥലമാണിത്. അത് സന്തോഷത്തോടെ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സന്തോഷം വരണത്? അത് നമുക്ക് ഈശോയുടെ സ്നേഹം ഉണ്ടാകണം. ഇപ്പം ഞങ്ങളൊക്കെ പൗരോഹിത്യത്തിൻ്റെ 32 കൊല്ലമല്ലേ, എന്തൊരു സന്തോഷമാണ് ഞങ്ങളുടെ ഉള്ളിലേക്ക് ഉള്ളത്. ഒരു ജന്മം മുഴുവൻ കൊടുത്തിരിക്കുകയല്ലേ, ഒരു ജന്മം. എന്നാൽ ഇതിൻ്റെ പേരിൽ വല്ലതും ആനുകൂല്യം മേടിച്ചു. ഞാനൊക്കെ ഇന്നലെ 10,400 പേരൊക്കെ ഉണ്ട്. എൻ്റെ നടുവൊക്കെ ഒടിഞ്ഞ് അവസാനം ആ കൊച്ചുകൊണ്ടെ കൊണ്ട് ഞാൻ തടകിക്കായിരുന്നു രാത്രി. പക്ഷേ ഉള്ളിൽ സന്തോഷമാണ്. എന്താ കാര്യം? കർത്താവിന് വേണ്ടി നമ്മുടെ ലൈഫ് കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നാണ്. ശുശ്രൂഷയ്ക്ക് ഉണ്ടാകുന്നത് സന്തോഷമായിരിക്കണം. അതാണ് കുരിശിൻ്റെ വഴി. ഈ കുരിശിൻ്റെ വഴി നടത്തിയപ്പോഴും സത്യം പറഞ്ഞ ഈശോയ്ക്ക് സന്തോഷമായിരുന്നു. ബൈബിൾ പറയേണ്ടത് നമ്മൾ പറയാം ഈശോയ്ക്ക് ഭയങ്കര ദുഃഖമായിരുന്നെന്ന് പറയാം. അല്ല, കർത്താവിന് പണ്ട് ഹി വാസ് സോ കണ്ടൻറ്റ്. അതായത് അവൻ്റെ രക്തത്തിൽ പിറക്കാൻ പോകുന്ന പുതിയ തലമുറയെ കണ്ടപ്പോൾ അവന് സംതൃപ്തി അടഞ്ഞെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന നമ്മുടെ ലോജിക്ക്, നമ്മളുടെ നോഷൻസ്, നമ്മൾക്ക് ധാരണ, അതിനെ എപ്പോഴും ഈ ദൈവസ്നേഹം സംഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കും. കാര്യം ഈ ലോകത്ത് 800 കോടി മനുഷ്യരുണ്ടെങ്കിലും ആ 800 കോടിയുടെ വില നിനക്ക് സിംഗിൾ പേഴ്സണായ നിനക്ക് ദൈവം തരുന്നുണ്ട്. ഇനി 800 കോടിയിൽ നീ മാത്രം നശിച്ചു പോയാൽ നിനക്ക് വേണ്ടി മാത്രം യേശു ക്രൂശിക്കപ്പെടാൻ തയ്യാറാണെന്നുള്ള അവൻ്റെ മനസ്സാണ് വെളിപ്പെടുത്തുന്നത്. 99 കഥ പറയുമ്പോൾ എന്താ പറയണത്? 99 മെച്ച സ്ഥലങ്ങളെ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയി ഒന്നിനെ തേടുമ്പോൾ 99 വില ആ ഒന്നിനുണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് 800 കോടി മനുഷ്യർ ഈ ഭൂമിയിലുണ്ടെന്ന് വിചാരിച്ചോ. 800 കോടി നീ മാത്രമാണ് ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ നിനക്ക് വേണ്ടി മാത്രം പാപപരിഹാരം ചെയ്ത് ക്രൂശിക്കപ്പെടാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ വലിയ ഹൃദയമാണ്, ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ബൈബിൾ വാഴ്ത്തുന്നത്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ, എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. പരിശുദ്ധ എന്താണ് അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനെക്കുറിച്ച് ഈ നോൻപ് കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ നെഞ്ചിൽ കൈവച്ചു, ഒരു കൈ നെഞ്ചിലും ഒരു കൈ ശിരസ്സിൽ വെച്ചുകൊണ്ട് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഓൺലൈനിലുള്ളവരും ഇവിടെ ആയിരിക്കുന്ന ഒരു കൈ നെഞ്ചിലും ഒരു കൈ ശിരസ്സിലും വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ അഭിഷേകത്തിനായി മാതാവിൻ്റെ മാധ്യശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ദൈവപിതാവേ ആരാധന. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധനയുടെ ശക്തിയാൽ അപ്പാ സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ
ഈ സമൂഹത്തിൽ അടയാളങ്ങൾ സംഭവിക്കണമേ. അപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സമൂഹത്തിലെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലും ജീവിതത്തിലും അടയാളങ്ങൾ സംഭവിക്കണമേ. അപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനെ ആഴപ്പെടുത്താറുന്ന വലിയ കരങ്ങള് ഓരോ മകന്റെ മേലും മകളുടെ മേലും തൊടുവിക്കാൻ ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു. HIV രോഗം ഉൾപ്പെടെ എല്ലാവിധ മാറാത്ത രോഗങ്ങള് ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ വിശുദ്ധ രക്തം എല്ലാ കോശങ്ങളിലും പേശികളിലും പടരട്ടെ. മാരക രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള്, ശിരസിന്റെ രോഗങ്ങള്, ശിശു രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, തലവാദ രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, ബ്ലോക്ക് രോഗങ്ങള്, ശിശു രോഗങ്ങള്, എല്ലാ യേശുവിന്റെ നാമത്തില് PCOD രോഗങ്ങള്, പിസ്തുല രോഗങ്ങള്, മുഴയുടെ രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തില് തീരാവേദികൾ തീർന്നു പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശുനാമം ഈ ആരാധനയുടെ മഹത്വപ്പെടുവാൻ കരുണയാണ്. ഈശ്വേ നന്ദി, ഈശ്വര ആരാധന, ദേവിതാവേ ആരാധന.